നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പി ദിവ്യയ്ക്ക് പങ്കില്ല എന്ന് ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെൻ്റെ വാക്കുകളല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ്റെ വാക്കുകളാണ്. MB ജയരാജൻ പത്രസമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. അത്തരം കാര്യങ്ങളാണ് നവീൻ ബാബുവിന് മാനസിക വിഷമം ഉണ്ടാക്കിയതെന്നും അതുകൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും എന്ന് പോലീസ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ കോടതിയിൽ പറയുന്നു. എന്നാൽ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല എന്ന് മഞ്ജുഷ പറയുമ്പോൾ പി ദിവ്യയല്ല നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് മഞ്ജുഷ സമ്മതിക്കുന്നു എന്നാണ് MB ജയരാജൻ ന്യായീകരിക്കുന്നത്. പി ദിവ്യ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന് മഞ്ജുഷ എവിടെയും പറഞ്ഞിട്ടില്ല. അവർ കേസ് കൊടുത്തതിൽ എവിടെയും ദിവ്യയുടെ പേര് ഇത്തരത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുമില്ല. തന്നെയല്ല, നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്ന് മഞ്ജുഷ പറയുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അവിടെ പി ദിവ്യ എന്ന കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിരപരാധിയായി ചിത്രീകരിക്കപ്പെടുന്നു. അഥവാ മഞ്ജുഷ അങ്ങനെ തന്നെയാണ് പി ദിവ്യയെ കണക്കിലെടുക്കുന്നത് എന്നാണ്. ഇവിടെ ഇപ്പോഴും പി ദിവ്യയെ കണ്ണൂർ ജില്ലാ നേതൃത്വം പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മഞ്ജുഷ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും കുടുംബജീവിതത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും അത്തരം യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല, ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. മറിച്ച് നവീൻ ബാബു കണ്ണൂരിൽ ജോലിയെടുക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നും തനിക്ക് വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് മഞ്ജുഷ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കണ്ണൂരിൽ നടന്നിട്ടുള്ള CPM ബന്ധപ്പെട്ടിട്ടുള്ള പല അനധികൃത ഇടപാടുകളുടെയും കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്ന നവീൻ ബാബുവിനെ അത്തരത്തിലുള്ള ഏതെങ്കിലും ആളുകൾ CPMുമായി ബന്ധപ്പെട്ടതോ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നടന്നിരിക്കുന്ന അനധികൃത ഭൂമി ഇടപാടുകളോ അല്ലെങ്കിൽ കോറി ഇടപാടുകളോ ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ സ്ഥാപിത താല്പര്യക്കാർ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി എന്നാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. അതിൽ പി ദിവ്യയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല എന്നാണ്. അതിനർത്ഥം നവീൻ ബാബുവിൻ്റെ മരണവുമായി പി ദിവ്യയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മഞ്ജുഷ പറഞ്ഞിട്ടില്ല. എന്നാൽ MB ജയരാജൻ പി ദിവ്യയെ ഇപ്പോഴും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മഞ്ജുഷയ്ക്ക് അറിയാം പി ദിവ്യ കുറ്റക്കാരിയല്ല, പി ദിവ്യയ്ക്ക് നവീൻ്റെ മരണത്തിൽ പങ്കില്ല എന്നാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. കാരണം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല എന്ന് മഞ്ജുഷ പറയുമ്പോൾ പി ദിവ്യയുടെ പേരിലാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. മഞ്ജുഷ പറയുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പി ദിവ്യ നിരപരാധിയാണ് എന്ന് മഞ്ജുഷയ്ക്ക് അറിയാം എന്നുള്ളൊരു തൊടുന്യായമാണ് MB ജയരാജൻ ഉയർത്തിയിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും നിയമത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് MB ജയരാജന് കൃത്യമായി അറിയാം. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണം പി ദിവ്യയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന കൃത്യമായ അജണ്ട കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയായ MV ഗോവിന്ദനുണ്ട്. കാരണം പി ദിവ്യയ്ക്ക് അപ്പുറത്തേക്കുള്ള വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കേണ്ടത് CPMൻ്റെ ഉത്തരവാദിത്തമാണ്, MB ജയരാജൻ്റെ ഉത്തരവാദിത്തമാണ്, കണ്ണൂരിലെ CPMൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനെ ഡൽഹിയിലേക്ക് അവർ പാക്ക് ചെയ്തത്. മാത്രമല്ല, നവീൻ ബാബു ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി NOC കൊടുക്കാൻ വൈകിച്ചു എന്ന് പി ദിവ്യ പറയുന്ന പെട്രോൾ പമ്പിന് അപേക്ഷിച്ചിരുന്ന പ്രശാന്തൻ, ഈ പ്രശാന്തനെ പോലീസ് ഇന്നേവരെയും ചോദ്യം ചെയ്തിട്ടില്ല. പ്രശാന്തനെ ഇപ്പോഴും CPM മാറ്റി നിർത്തിയിരിക്കുന്നു, പോലീസിൻ്റെ നിഴലിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അതായത് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനിലേക്കും പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പിന് NOCക്ക് അപേക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന TV പ്രശാന്തനിലേക്കും പോലീസ് എത്താൻ പാടില്ല, അല്ലെങ്കിൽ CBI അന്വേഷണം എത്താൻ പാടില്ല, അവരിൽ നിന്നും കണ്ണൂരിലെ CPMൻ്റെ സമുന്നതരായ നേതാക്കളിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ അജണ്ടയോട് കൂടി തന്നെയാണ് MV ജയരാജൻ ഇപ്പോൾ ഒരു തുറുപ്പ് ചീട്ടിറക്കിയിരിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് അറിയാം പി ദിവ്യയല്ല ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ MB ജയരാജൻ ന്യായീകരിക്കുന്നത്. ഒപ്പം MB ജയരാജൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കണ്ണൂരിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അറിയാമല്ലോ നവീൻ ബാബു ഏത് തരക്കാരനാണ് എന്നുള്ളത്.
നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്നുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കാം. എന്നാൽ കണ്ണൂരിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് ഒരാളിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് PP ദിവ്യയെ പോലുള്ള കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഈ ആരോപണം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് MP ജയരാജൻ പറയുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ഇതിലും വലിയൊരു ക്രൂരത MP ജയരാജനോ അല്ല എന്നുണ്ടെങ്കിൽ CPM-നോ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് MP ജയരാജന്റെ ഈ പ്രസ്താവന. അതായത് നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് ഭംഗ്യന്തരേണ MP ജയരാജൻ പറഞ്ഞു വെക്കുകയാണ്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ ADM നവീൻ ബാബുവിന്റെ മരണവുമായുള്ള അന്വേഷണം കണ്ണൂർ കളക്ടറായ അരുൺ വിജയനിലേക്കോ TV പ്രശാന്തനിലേക്കോ അതിനപ്പുറത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി മറ തീർക്കുന്ന MP ജയരാജൻ പറയുന്നു ADM നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന PP ദിവ്യയുടെ പരാമർശങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ PP ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് എടുത്തു പറയുന്ന MP ജയരാജൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം PP ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പറഞ്ഞ അവസാന പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ PP ദിവ്യയെ മടിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് MP ജയരാജൻ സംരക്ഷിച്ചു നിർത്തുന്നത്. ഒരേ സമയം നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുകയും അതേസമയം PP ദിവ്യ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പങ്കാളിയല്ല എന്ന് വരുത്തി തീർക്കുകയും അത് മഞ്ജുഷയ്ക്ക് അറിയാം, PP ദിവ്യ നിരപരാധിയാണ് എന്ന് മഞ്ജുഷയ്ക്ക് അറിയാം എന്ന് പറയുമ്പോൾ PP ദിവ്യയ്ക്ക് അപ്പുറത്തേക്ക് ഈ കേസ് കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി MP ജയരാജൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വരെ അറിയാം PP ദിവ്യ കുറ്റക്കാരിയല്ല, നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് മഞ്ജുഷ പറയുമ്പോൾ PP ദിവ്യയ്ക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത് വെറുതെയാണ്. കാരണം PP ദിവ്യയ്ക്ക് അതിൽ പങ്കില്ല എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വരെ അറിയാം എന്ന് പറയുന്നതിലൂടെ PP ദിവ്യയെ ഈ കേസിൽ നിന്ന് സംരക്ഷിച്ചെടുക്കുക, PP ദിവ്യയ്ക്ക് അപ്പുറത്തേക്ക് ഈ കേസ് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സകല തടകളും തീർക്കുക. ഇതാണ് MP ജയരാജൻ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തായാലും കോടതി ഇത്തരം കാര്യങ്ങളൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബം, നവീൻ ബാബുവിൻ്റെ മരണം ഏത് രീതിയിലുള്ളതായിരുന്നു, അവിടെ പോലീസിൻ്റെ അനാസ്ഥ എന്തായിരുന്നു, കണ്ണൂരിലെ CPM ലോബിയുടെ പങ്ക് ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഡ്വക്കേറ്റായ ജോൺ റാൾഫ് കൃത്യമായി തൻ്റെ ആർഗ്യുമെൻ്റ് റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കീറാമുട്ടിയായി CPM-ന്റെ മുന്നിലുള്ളത്. എന്തായാലും MP ജയരാജൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും MP ജയരാജൻ്റെ ന്യായീകരണങ്ങളൊന്നും PP ദിവ്യയെ സംരക്ഷിച്ചെടുക്കാൻ പോകുന്നതല്ല. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകളെടുക്കും. CBI അന്വേഷണം ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ, അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ഏർപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകും എന്നുള്ളത് അറിയുമ്പോൾ അത് CPM-നും വലിയ തലവേദനയായും മറുതന്ത്രം മെനഞ്ഞുകൊണ്ട് അവരും കാത്തിരിക്കുന്നു. എന്നാൽ PP ദിവ്യ എന്നുള്ള ആ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഇതിൻ്റെ അന്വേഷണം, നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ അന്വേഷണം ചെന്നെത്താതിരിക്കുവാൻ വേണ്ടി MP ജയരാജനെ പോലുള്ള ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ CPM നേതൃത്വത്തിന് കൃത്യമായ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ADM നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ CPM-ന് താല്പര്യമുള്ള, CPM-ന് ബന്ധമുള്ള ആരൊക്കെയോ ഇതിൽ ഇഴചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അവരിലേക്ക് പോലീസിൻ്റെ അന്വേഷണമോ CBI-യുടെ അന്വേഷണമോ എത്താതിരിക്കാൻ വേണ്ടി കണ്ണൂർ ലോബി കൃത്യമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് MP ജയരാജൻ്റെ ഈ പരസ്യ പ്രസ്താവന. എന്തായാലും PP ദിവ്യയിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന ഈ കാര്യം CBI വന്നു കഴിഞ്ഞാൽ പിടിവിട്ടുപോകും. CBI ഇതിൻ്റെ അടിവേരുകൾ തപ്പിയെടുക്കും എന്ന് MP ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കൾക്കറിയാം. ഇവർ PP ദിവ്യയിലേക്ക് ഈ കേസ് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, PP ദിവ്യയെ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ, നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് വരെ PP ദിവ്യ ഇതിൽ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കോടതി ഈ കാര്യങ്ങളൊന്നും മുഖവിലയ്ക്കെടുക്കില്ല. യഥാർത്ഥ കുറ്റവാളികളെ കോടതി കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി അന്വേഷണം ഏർപ്പെടുത്തുവാനും കോടതി തയ്യാറാകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും കേരളത്തിൻ്റെ പൊതുബോധവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.